നീ എന്താ ചെയ്യാൻ പോകുന്നെന്ന് പറ കണ്ണ. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ഇപ്പൊ തന്നെ ഞാൻ അങ്ങോട്ട് പുറപ്പെടും. എന്നാ പിന്നെ ഞങ്ങളും കൂടി വരാം. അതെ സാറേ, ഞങ്ങളും വരാം. അതെന്തൊരു പറച്ചില്ല സാഗറേ. എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകാൻ പോകുന്നേ, എൻ്റെ സ്വന്തം വീട്ടിലേക്ക്. അവിടേക്ക് ഞാൻ പോകുമ്പോൾ നിങ്ങളല്ല കൂടെ വരേണ്ടത്. അയാളാ എൻ്റെ ഭാര്യ. മഹിയൻകുട്ടി പോവാണോ കണ്ണേട്ടാ? പോകണല്ലേ? അവിടെയുള്ളവരോടെല്ലാം പറയണം ഇയാളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണെന്ന്. എന്നാ നമുക്ക് എല്ലാവർക്കും കൂടി പോവാൻ കണ്ണേട്ടാ. ഏയ് വേണ്ട, ഞങ്ങൾ രണ്ടുപേരും കൂടി പൊയ്ക്കോളാം. കണ്ണേട്ടാ, ഇതുവരെ കണ്ട ആൾക്കാരെ അല്ല ഇനി കാണേണ്ടി വരുന്നത്. വിഷുവിന് കരുണയ്ക്കും എൻ്റെ അമ്മയ്ക്കും ഒക്കെ ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തതുകൊണ്ട് അതിന്റെ സന്തോഷത്തിലായിരിക്കും എല്ലാവരും. അതൊക്കെ കണ്ണേട്ടന്റെ അഭിനയമാണെന്ന് പറയുമ്പോ അവരൊക്കെ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇനി എല്ലാത്തിനും നേരിടാനുള്ള ധൈര്യം സംഭരിച്ചേ പറ്റൂ. പുറപ്പെടാം നമുക്ക്. ഭയമുണ്ടോ എനിക്ക്? എന്റെ പോലെ താൻ വരുന്നത് തന്നെ അവിടെ ആരും പിടിച്ച് വിഴുങ്ങത്തൊന്നുമില്ല. ഇവളുടെ അമ്മയുടെ സ്വഭാവം നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മുടെ ശത്രുക്കളുടെ ചിന്തയും പ്രവൃത്തിയൊക്കെ നമുക്ക് തറവുള്ളതുകൊണ്ടും പലതും വേണ്ടി വന്നു. സ്വന്തം അമ്മ മകളുടെ കുഞ്ഞിനെ കളയാൻ പോയത് ഉൾപ്പെടെയെല്ലാം അതിന് നിമിത്തമായെന്ന് എന്താ എനിക്കും തനിക്കും പറഞ്ഞൂടെ? അത് സത്യമല്ലേ? നീ വിഷമിക്കണ്ടല്ലേ. ആരും ഞങ്ങളുടെ ദേഹത്ത് ഒരു മണ്ണ് പോലും നുള്ളിയിടാൻ പോകുന്നില്ല. നമ്മളുണ്ടാക്കി ഈ നാടകത്തിന്റെ ക്ലൈമാക്സായി. ഇനി നാടകം വേണ്ട, ജീവിതം മതി. അല്ലെങ്കിൽ തന്നെ നടന്നു തുടങ്ങിയ കാര്യം ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. അതിന്റെ കൂടെ എന്റെ കുഞ്ഞിന്റെ അച്ഛന്റെ സ്ഥാനത്ത് പലരെയും നിർത്തുന്നത് എനിക്ക് കേട്ടോണ്ട് നിൽക്കാൻ പറ്റില്ല, സഹിക്കാൻ പറ്റില്ല. പാടോ, ഇറങ്ങാം. പോയിട്ട് വാ മഹി. എടാ അനന്തു, ഇന്നൊരു നല്ല ദിവസം. ഇന്നത്തെ ദിവസം നല്ല കാര്യങ്ങൾ സംഭവിക്കണം. അതുകൊണ്ടാണ് ഒരുത്തന് തോന്നിയത് പിന്നാലെ വരാൻ. എടാ, മാർക്കോയുടെ വിവരം വിളിച്ച് പറയണോ? ഏയ് വേണ്ട, ആരും ഞങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇനി ഞങ്ങൾ അവിടെ അല്ലേ താമസിക്കാൻ പോകുന്നേ. പാടോ. എന്നാ ശരിയിലേക്ക്.